ഹായ് ഡിയർ ഫ്രണ്ട്സ്, മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബിൻ. ഐബൽ കോഡ്ലെസ് ബ്രഷ് കട്ടറാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത്. ഐബലിന്റെ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം ഞാൻ 20 വോൾട്ടിന്റെ സാധാരണ ഒരു നോർമൽ ഗ്രാസ് ട്രിമ്മർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കുറച്ചും കൂടി നല്ല പവർഫുൾ ആയിട്ടുള്ള 20 വോൾട്ടിന്റെയും അതുപോലെ 20 വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഇൻസെർട്ട് ചെയ്യാവുന്ന 40 വോൾട്ടിന്റെയും ബ്രഷ് കട്ടറാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഇത് വളരെ നോയിസ് ഫ്രീ ആണ്. സൗണ്ട് വളരെ കുറവാണ്. മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല, അത്രയും സൗണ്ട് കുറവിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വെയിറ്റ് ഭയങ്കര കുറവുള്ള മെഷീനാണ്. എന്നാൽ അടിപൊളി ഹെവി ഡ്യൂട്ടി പവർഫുൾ മെഷീനാണ്. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള മെഷീനാണ്. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് മെഷീനുണ്ട്. ഇത് 20 വോൾട്ടിലും 40 വോൾട്ടിലും രണ്ട് ടൈപ്പ് മെഷീൻ വരുന്നുണ്ട്. അപ്പോൾ അതായത് 20 വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഒരുമിച്ച് ഇൻസെർട്ട് ചെയ്യാവുന്നതും 20 വോൾട്ടിന്റെ സിംഗിൾ ബാറ്ററി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മെഷീനാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഫിറ്റിങ്ങും ഒക്കെ നമുക്ക് കാണിച്ചിടാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഐബലിന്റെ 20 വോൾട്ട് സിംഗിൾ ബാറ്ററി ഇട്ട് വെട്ടുന്ന മെഷീനും വന്നിട്ടുണ്ട്. അതുപോലെ 20 വോൾട്ടിന്റെ രണ്ട് ബാറ്ററി, അതായത് 40 വോൾട്ടിന്റെ മെഷീൻ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം 40 വോൾട്ടിന്റെ മെഷീന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം നമുക്ക് 20 വോൾട്ടിന്റെ ഡീറ്റെയിൽ പറയാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 20 വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യാവുന്ന പുല്ല് വെട്ടുന്ന മെഷീൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻ തന്നെയാണ്. കാരണം ഈ മെഷീൻ വന്നിട്ട് ഒരു 3-4 ദിവസമായെങ്കിൽ നമ്മൾ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം ഇവിടെ വെച്ച് നമ്മൾ ഫുൾ ചാർജിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. 5800 RPM ആണ് ഇതിന്റെ മോട്ടർ വരുന്നത്. ഇതാണ് ഇതിന്റെ ബ്രഷ്ലെസ് മോട്ടർ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോട്ടർ തന്നെയാണ് വരുന്നത്. ബ്ലേഡ് കപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള അക്സറീസിലൊന്ന് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൽ രണ്ട് ബാറ്ററിയാണ് ഒരുമിച്ച് ഇൻസെർട്ട് ചെയ്താലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം 20 വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഒരുമിച്ച് നമുക്ക് ഇതിൽ ഇൻസെർട്ട് ചെയ്യണം. ഐബലിന്റെ 20 വോൾട്ട് 4 ആംപിയറിന്റെ രണ്ട് ബാറ്ററിയാണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. കാരണം ഈ ഒരു പാക്ക് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ബാറ്ററി വേണം. രണ്ട് ബാറ്ററി ഇങ്ങനെ നമുക്കിത് ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഈ സൈഡിൽ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ബാറ്ററി എടുക്കുന്നു, ഈ സൈഡിൽ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഗാർഡ്, ഇത് സേഫ്റ്റി ഗാർഡ് ഫിറ്റ് ചെയ്യാനുണ്ട്. അതിന് രണ്ട് സ്ക്രൂ, അല്ലെങ്കിൽ എല്ലാം അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രണ്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഗാർഡ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഹാൻഡിലാണ്. ഹാൻഡിൽ നമുക്ക് നമ്മുടെ എങ്ങനെയാണോ പൊസിഷൻ ആ ഒരു പൊസിഷൻ അനുസരിച്ച് ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് രണ്ടല്ലെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇവിടെ സെറ്റ് ആവും കേട്ടോ. ഹാൻഡിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ബ്രഷ് കട്ടർ അത് അടിപൊളി സെറ്റായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെട്ടാം. വലിയ വെയിറ്റ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് വെട്ടാവുന്നതേ ഉള്ളൂ. സൗണ്ടൊന്നും വളരെ ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. പിന്നെ നമുക്കിത് തോളിലോട്ട് നമുക്ക് ഒരു ബെൽറ്റ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്, തോളിലോട്ട് ഇട്ട് വെട്ടാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പാനർ അല്ലെങ്കിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്കിതിൽ സാധാരണ നമ്മുടെ ബ്രഷ് കട്ടറിൽ കോഡ്ലെസ് മെഷീൻസൊക്കെ നമുക്ക് ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ബ്ലേഡ് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ നൈലോൺ ഡ്രോപ്പ് നമുക്കിതിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത. അതുപോലെ നമുക്കിതിൽ ചാർജർ, ഇതിൻ്റെ ചാർജർ ഐബലിൻ്റെതാണ് വരുന്നത്. ചാർജർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചാർജർ തന്നെയാണ് ഐബലിൻ്റെ. അതുകൊണ്ട് ചാർജർ 65 വാട്ട്സിൻ്റെ അത്യാവശ്യം നല്ല ചാർജറാണ്. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ബാറ്ററി ഫുൾ ചാർജ് ആവും. ഇങ്ങനെ നമുക്ക് ബാറ്ററി ഊരി ഇട്ട് കൊടുക്കാം. ചാർജ് കയറുമ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് കത്തും. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഗ്രീനിലോട്ട് കത്തും കേട്ടോ. നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്കിത് ഇതിൽ ചാർജ് എത്രയുണ്ടെന്ന് അറിയാനായിട്ടും നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ ചാർജ് എത്ര അറിയാനായിട്ടും നമുക്കിത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ 4 കട്ട ഫുൾ ചാർജാണുള്ളത്. ഇത് നമ്മുടെ ഉപയോഗം ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴത്തോളം കട്ടകൾ നമുക്ക് ഓരോന്നിങ്ങനെ കുറയും. നമ്മുടെ ഉപയോഗം അനുസരിച്ച് നമുക്കിതിൽ ചാർജ് ഇങ്ങനെ കുറഞ്ഞ് വരും. നമ്മൾ ബാറ്ററി മെഷീൻ പറ്റ ചാർജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് ഈ നീല ലൈറ്റ് ഇങ്ങനെ കെട്ടുപോവുകയും ചെയ്യും കേട്ടോ. പാക്കിൽ വരുമ്പോൾ ഇത് 2 പീസായിട്ടാണ്. നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാം. ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം. ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാം. നമുക്ക് 2 പീസായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതുപോലെ ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്യുന്നത് ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ പോകുന്ന 3 പിൻ ഇവിടെ വരുന്നുണ്ട്.
അതിൻ്റെ തന്നെ മെയിലും ഫീമെയിലും ആയിട്ടുള്ള കണക്ടർ ഇപ്പുറത്തും വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അത് കണക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ലോക്കായി. ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ഇനി നമുക്ക് അടുത്ത മെഷീൻ നമ്മുടെ 20 വോൾട്ടിൻ്റെ സിംഗിൾ ബാറ്ററി ഇടുന്ന മെഷീൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ബാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ 20 വോൾട്ട് സിംഗിൾ ബാറ്ററി വരുന്ന മെഷീൻ 6000 RPM-ലാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തന്നെ പവർഫുൾ ആയിട്ടുള്ള മോട്ടർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ അക്സറീസുകൾ പറയുകയാണെങ്കിൽ ഇതിൽ സിംഗിൾ ബാറ്ററിയാണ് വരിക, ചാർജർ വരും, ഹാൻഡിൽ സെയിം നമ്മൾ അതിൽ കാണിച്ച ഹാൻഡിൽ തന്നെയാണ് വരുന്നത്. സേഫ്റ്റി കാർഡിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫിറ്റ് ചെയ്യുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. റോപ്പ് ഇടാനുള്ള നൈലോൺ റോപ്പിൻ്റെ ഹബ്ബ് വരുന്നുണ്ട്. പിന്നെ വാറണ്ടി നമ്മുടെ 2 മെഷീനും, അതായത് 40 വോൾട്ടിൻ്റെയും 20 വോൾട്ടിൻ്റെയും 2 മെഷീനും നമുക്ക് 6 മാസം മെഷീൻ്റെ മോട്ടറിനും വാറണ്ടി വരും. അതുപോലെ 6 മാസം നമുക്ക് മെഷീൻ്റെ ബാറ്ററിക്ക് നമുക്ക് വാറണ്ടി ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സേഫ്റ്റി ഗാർഡ് ഫിറ്റിംഗ് മാത്രം ഇതിൽ കാണിച്ചാൽ മതി. കാരണം ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞതിൽ കാണിച്ച പോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്കിത് റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇതിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ പിന്നുകൾ കണ്ടോ, ഇങ്ങനെ ഈ ഒരു 3 കണക്ടറാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ 3 കണക്ടർ ഉണ്ട്. അത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നോക്കി ഒന്ന് കയറ്റി കൊടുത്താൽ മതി അതിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഗാർഡ്. ഈ സേഫ്റ്റി ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതാണോ, ഈ ഒരു 2 ഭാഗം നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെ 2 പോയിന്റുകൾ കാണാം. കൃത്യം നമ്മളിത് നോക്കി ഒന്നിങ്ങനെ കയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 എല്ലെങ്കിൽ സ്ക്രൂ വരുന്നുണ്ട്. ആ അല്ലെങ്കിൽ സ്ക്രൂ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെയും കൊടുത്തിട്ടുണ്ട് ഇതിൽ. അങ്ങനെ ഇത് ഇത്രയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ളത്. ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിതിൻ്റെ ജസ്റ്റ് ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ലോക്കായി. ഇനി നമുക്കൊന്ന് ഉരുപ്പോയിരിക്കാൻ ഈ സൈഡിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റായി. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന മെഷീനാണ്. ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന മെഷീനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡും അതുപോലെ റോപ്പും ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലൊരു ലോക്ക് ബട്ടൺ കാണാനുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു സ്പിൻഡിലിനെ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. നമുക്കത് ഇത് ടൈറ്റ് ചെയ്യാനായിട്ടും ലൂസ് ചെയ്യാനായിട്ടൊക്കെ ഈ നെറ്റ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ലോക്കായി. സാധാരണ നമുക്ക് എല്ലാ പുല്ലുവെട്ടിനും മെഷീനും ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു നെറ്റ് തന്നെയാണ് വരുന്നത്. എയും ബിയും വാഷർ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഷറിലാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു വാഷർ എപ്പോഴും എടുത്ത് മാറ്റാതെ നോക്കണം. എപ്പോഴും ഈ വാഷർ നമുക്ക് റോപ്പ് ഇടുമ്പോഴും അതുപോലെ ബ്ലേഡ് ഇടുമ്പോഴും ഒക്കെ നമുക്ക് ഈ വാഷർ നിർബന്ധമായിട്ടും വേണം. നമുക്കതിൻ്റെ ബ്ലേഡ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വാഷർ വെച്ചു. ഈ മോഡലിന് തന്നെ ഒരു കപ്പ് വരുന്നില്ല. മറ്റേ മോഡലിൽ നമുക്കിതിന് ബ്ലേഡ് കപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 10 ഇഞ്ചിൻ്റെ ബ്ലേഡാണ് ഇതിൽ വരുന്നത്. 255 mm ബ്ലേഡാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതായത് 10 ഇഞ്ച്. അത്യാവശ്യം നല്ല പവർഫുൾ മെഷീനാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് യാതൊരു വൈബ്രേഷനും ഇല്ല. നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം വെയിറ്റ് ഇല്ല. ഒരു കയ്യിൽ ഭയങ്കര സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീൻ. നമുക്കിതിന് ഇത് ഊരിയിട്ട് നമ്മളിത് നൈലോൺ റോപ്പിന്റെ ഈ ടാപ്പ് ആൻഡ് ഗോ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ ഈ സൈഡിലെ ബട്ടൺ അമർത്തി പിടിച്ചിട്ട്
ഇനി ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മുടെ ഈ വാഷർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാഷറിൻ്റെ ഈ കുഴിയുള്ള ഭാഗമുണ്ടോ, ഈ ഒരു കുഴിയുള്ള ഭാഗം ഇങ്ങനെ അടിയിലോട്ട് വേണം വെക്കാനായിട്ട്. ഇങ്ങനെ ഈ സ്റ്റെപ്പുള്ള ഭാഗം ഇങ്ങനെ വെക്കരുത്, ഈ കുഴിയുള്ള ഭാഗം ഇങ്ങനെ അടിയിലോട്ട് തായിട്ട് തന്നെ വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ബ്ലേഡ് ഊരി മാറ്റിയ ശേഷം ഈ വാഷർ AB വാഷറിൻ്റെ ഈ ഒരു വാഷർ നമ്മൾ ഇതിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം. കാരണം ഇവിടെയാണ് ഇത് ലോക്ക് ആവുന്നത്, അതിൽ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് റോപ്പ് ഇടാം കേട്ടോ. ഫുൾ ഹാൻഡ് ടൈറ്റിൽ ടൈറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് വർക്ക് ചെയ്താൽ ഇതിലേ ഇവിടെ ഒരു അഡീഷണൽ ഇത് കാര്യം കാണിച്ചത്, നമ്മളിത് ഈ റോപ്പ് നമ്മൾ നീളം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്, ആ ബ്ലേഡിൽ പോയി കട്ടായിട്ട് നമ്മുടെ സൈസിന് വേണ്ട ഈ മെഷീൻ്റെ സൈസിലേക്ക് വേണ്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കട്ടാക്കും. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പീസ് എക്സ്ട്രാ നിന്ന പീസ് ഇവിടെ കട്ടായി പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് വേണ്ട ആ ബ്ലേഡ് എത്രയാണോ വേണ്ടത് ആ രീതിയിലേക്ക് അത് കട്ടായിട്ട് കറക്റ്റ് ഇത് എക്സ്ട്രാ പീസ് തെറിച്ച് പോകും. നമ്മുടെ 40 വോൾട്ട് 20 വോൾട്ടിൻ്റെ 2 ബാറ്ററി ഇടുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിൽ നമുക്കൊന്ന് ബ്ലേഡ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അതിലും ഇതേപോലെ തന്നെയാണ്, സൈഡിൽ ഈ ലോക്ക് ബട്ടൺ ഉണ്ട്, പക്ഷെ അതിന് അഡീഷണൽ ഒരു കപ്പ് കൂടി വരുന്നുണ്ട്. നമുക്ക് വലിയ മെഷീൻസുകൾക്ക് ഉണ്ടാവുന്ന കപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ കപ്പ് കൂടി ഇതിന് വരുന്നുണ്ട്. ഇത് ലോക്ക് ചെയ്യാം. ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇവിടെ ലോക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുത്ത ശേഷം ഇതിൻ്റെ ബ്ലേഡ് കപ്പ്, പിന്നെ A വാഷറും B വാഷറും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ A വാഷറും B വാഷറും വരുന്നുണ്ട്. 10 ഇഞ്ച് വരെ നമുക്ക് രണ്ട് മെഷീനിലും നമുക്ക് ബ്ലേഡ് ഇടാം. 10 ഇഞ്ച് ബ്ലേഡ് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കപ്പ് ഇടുമ്പോൾ ഈ കപ്പിൻ്റെ ഈ അരി ഇങ്ങനെ ഉള്ള ഭാഗം താഴോട്ടാണ് വേണ്ടത്, ഇങ്ങനെ ഇടരുത്. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 50 വോൾട്ട് മെഷീൻ്റെ കൂടെ നമുക്കൊരു ബെൽറ്റ് കൂടെ വരുന്നുണ്ട്. മറ്റേത് നമുക്കൊരു 3 കിലോ വെയിറ്റ് വരുമ്പോൾ ഇതൊരു 4.5 കിലോ വെയിറ്റ്, 4 കിലോയുടെ വെയിറ്റ് വരുന്നത്, 2 ബാറ്ററി വരുന്ന മെഷീൻ ആയതുകൊണ്ട് ബെൽറ്റ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ബെൽറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഊരാങ്ങി നല്ല പവർഫുൾ മെഷീനാണ് കേട്ടോ. കോഡ്ലെസ് ആയതുകൊണ്ട് നമുക്ക് വൈബ്രേഷനോ ഓവർ സൗണ്ടോ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് മെഷീൻ റൺ ആവുന്നുണ്ട്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബ്രഷ്ലെസ് മോട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിൽക്കും കേട്ടോ. റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്, വിട്ടു, പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലേഡ് നിൽക്കുന്നതായിരിക്കും. നമ്മൾ രണ്ട് മെഷീൻ്റെയും ഡീറ്റെയിലുകളൊക്കെ കണ്ടു. നമുക്കിത് ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സാധാരണ നമുക്കിത് തള്ളവിരൽ ഈ ഒരു ബട്ടണിൽ അമർത്തിയ ശേഷം ജസ്റ്റ് താഴത്തെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിൽക്കും. നമ്മൾ ഇങ്ങനെ കൈ അമർത്തി കഴിഞ്ഞാൽ വർക്കാവില്ല. ഈ ഒരു തള്ളവിരൽ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് ആക്കിയ ശേഷം ഇതിങ്ങനെ വിടാം. അതിനുശേഷം നമുക്ക് കൈ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഇങ്ങനെ മാത്രം പിടിച്ചാൽ മതി. ഈ കൈ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ നിൽക്കും. അതാണ് ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ സ്വിച്ച് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഈ മെഷീൻ്റെ പ്രൈസ് വരുന്നത്, ഇത് നമ്മുടെ 20 വോൾട്ടിൻ്റെ മെഷീനാണ്. 20 വോൾട്ട് സിംഗിൾ ബാറ്ററി വരുന്ന മെഷീൻ. ഈ മെഷീൻ്റെ പ്രൈസ് വരുന്നത് 9500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഫ്രീ ലോഡ് റൺ, അതായത് നമ്മളിത് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ മെഷീൻ നമുക്ക് 2 മണിക്കൂറിന് മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞാലും ഏകദേശം 1.5 മണിക്കൂറൊക്കെ നമുക്ക് മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടുതലായിട്ടുള്ള ബാക്കപ്പും കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്ത് കസ്റ്റമർ റിവ്യൂ ഒക്കെ എടുത്തിട്ട് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ 9500 ഈ ഒരു മെഷീൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ 40 വോൾട്ടിൻ്റെ ഈ മെഷീനും നമുക്ക് മുന്നേ കാണിച്ച പോലെ തന്നെ ആക്സിലേറ്റർ ഇങ്ങനെ വരും. ഈ മെഷീൻ്റെ ഫ്രീ ലോഡ് വരുന്നത്, അതായത് നമ്മൾ ഈ മെഷീൻ വെട്ടാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം 5 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് വർക്കിങ്ങിൽ കുറച്ച് കുറവായിരിക്കും, എങ്കിലും നമുക്ക് ഇതിന് 5 മണിക്കൂറോളം നമുക്ക് ഇതിന് ഫ്രീ ലോഡ് റണ്ണിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെട്ടിക്കഴിഞ്ഞ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്ത ശേഷം കസ്റ്റമറുടെ റിവ്യൂ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 12500 ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.
ഡൊമസ്റ്റിക് യൂസുകൾക്കൊക്കെ അടിപൊളി ഒരു മെഷീനാണിത്. വീട്ടിൽ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ്. കോഡ്ലെസിന്റെ പുല്ല് വെട്ടുന്ന മെഷീൻ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, ബൈ.